ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ വീടുകളും ചക്കക്കുരു ഉണ്ടാവും അല്ലേ, ചക്കയുടെ സീസണാണല്ലോ. അതുകൊണ്ട് തന്നെ ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പി 2 ദിവസം മുമ്പ് ചക്കക്കുരു മാങ്ങയും കൂടെ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കയും മുരിങ്ങയും കൂടെ ഒക്കെ വെച്ചിട്ട് പച്ചച്ചക്ക കൊണ്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അമരപ്പയറുണ്ടല്ലോ, അമരയ്ക്ക. ഞങ്ങളുടെ കൊല്ലത്തോട്ടൊക്കെ ആണെങ്കിൽ അമരയ്ക്ക എന്നാണ് പറയുക കേട്ടോ. ഈ അമരപ്പയറും അതുപോലെ തന്നെ ചക്കക്കുരുവും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ആൾക്കാർക്ക് ഈ അമരപ്പയർ ഇഷ്ടമല്ല, എൻ്റെ വീട്ടിൽ തന്നെ പലർക്കും ഇഷ്ടമല്ല. പക്ഷേ വളരെ നല്ല ഒരു വെജിറ്റബിളാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെജിറ്റബിളാണ് നമ്മുടെ ഈ അമരയ്ക്ക. ഇത് അമരയ്ക്ക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടൊക്കെ വേറൊരു വെജിറ്റബിളിനും അമരയ്ക്ക എന്ന് പറയാറുണ്ട്. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ഇവിടെ അമരയ്ക്ക എന്ന് പറയുന്നത് കേട്ടോ, നല്ല നീളത്തിലുള്ളത് അമരപ്പയർ. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ചക്കക്കുരുവൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഒരു ചക്കക്കുരു 4ആയിട്ട് കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അമരപ്പയർ എന്ന് പറയുന്നത് ഒരുപാട് നാരടങ്ങിയ ഒരു വെജിറ്റബിളാണ്. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഈ അമരപ്പയർ കഴിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കഴിക്കുക കേട്ടോ. കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. നാരടങ്ങിയ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കഴിക്കാത്തവർ കഴിക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് അമരപ്പയർ ഇട്ട് കൊടുക്കുന്നില്ല, നമ്മുടെ ചക്കക്കുരു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചക്കക്കുരു ഒന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് മാത്രമേ നമ്മൾ പയറിട്ട് കൊടുക്കൂ. കാരണം രണ്ടിനും 2 വേവാണല്ലോ. അപ്പോൾ ചക്കക്കുരുവിന് അത്യാവശ്യം വേവുണ്ട്, അതുപോലെ തന്നെ അമരപ്പയറിനും അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് തിക്കാക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ ഇപ്പം നമ്മുടെ ചക്കക്കുരു ഏകദേശം ഒരു 75% വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയം ഒരു 60 to 75% വെന്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അമരപ്പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അമരപ്പയർ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ 4ആയിട്ട് കട്ട് ചെയ്യും. ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. തീരെ അങ്ങനെ ഐസാക്കണ്ട, കാരണം ഒന്ന് ഉടഞ്ഞ് കുഴഞ്ഞു പോവും. കുറച്ചൊരു തിക്നെസ്, ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ എടുക്കാൻ. ഞാൻ നീളത്തിൽ കീറിയെടുത്തു 2ആയിട്ട്. എന്നിട്ട് അതിന് ചെറുതാണെങ്കിൽ ഒരു 4ആയിട്ടും കീറിയിട്ടാൽ മതി. ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ ഒരു 6ആയിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് കേട്ടോ, പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു ബാക്കി വെന്ത് കിട്ടണം, അതുപോലെ തന്നെ നമ്മുടെ അമരപ്പയറും ബാക്കി വെന്ത് കിട്ടണം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അടച്ചു വെച്ചു. നല്ലൊരു 1 പിടിയോളം തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3-4 വെളുത്തുള്ളി. മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, അധികം മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടാലും മതി കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മുടെ അമരപ്പയറും അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നു. വെള്ളമൊക്കെ ഏകദേശം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അധികം വെള്ളം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത്. അത്യാവശ്യം നല്ലപോലെ അത് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളത്തിൻ്റെ അംശം അടിയിലായിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുക്കുക ചെയ്യാവൂ. ചതച്ചെടുക്കുക. നമ്മുടെ തോരൻ്റെ പരുവുണ്ടല്ലോ, ചതച്ചെടുക്കുക. അരഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുക്കുക ചെയ്യാവൂ. ഒറ്റ ട്രിപ്പ് ഒന്ന് കറക്കുക, അത്രയേ ഉള്ളൂ. ഒരുപാടിട്ട് കറക്കി അങ്ങ് അരച്ചെടുക്കരുത്. നമ്മുടെ അരപ്പ് കൂടി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു വയ്ക്കാം. നമ്മുടെ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറണം. ഈ സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ച്, കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില, അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്, ഞാൻ ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു അരപ്പിടിയോളം തേങ്ങ, നല്ല ഒരു 1-1.5 ടേബിൾ സ്പൂണോളം തേങ്ങ. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കരുത്, ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരണം, അത്രയേ ഉള്ളൂ. കരിഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി, ഒരു സ്വല്പം വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നമ്മുടെ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
തേങ്ങ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അത് പ്രത്യേക സ്വാദാണ് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചക്കക്കുരു ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഒരു പരുവത്തിലെടുക്കണം കേട്ടോ, ഒരു തോരൻ പോലെ എടുക്കണം. ചക്കക്കുരു ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞാലും നമ്മുടെ അമരപ്പയർ ഒരുപാട് വെന്തുടഞ്ഞാലും ഈ ഒരു ടേസ്റ്റും ഈ ഒരു ടെക്സ്ചറും കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം അങ്ങ് വെന്തുടയരുത്, എന്നാൽ വേവും വേണം ആ ഒരു പരുവം. കണ്ടോ, നമ്മൾ ചക്കക്കുരുവിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 15ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 15ഓളം ചക്കക്കുരുവാണ് നീളത്തിൽ കട്ട് ചെയ്ത്, ഒരു ചക്കക്കുരുവിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വലിയ ചക്കക്കുരു, നല്ല തിക്കായിട്ടുള്ള ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ ഒരു 6ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേവാനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒരുപാട് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഒക്കെ എടുത്താലും മതി. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ, അമ്മയാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചക്കക്കുരുവും അമരപ്പയറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചക്കക്കുരു കൊണ്ടും ചക്ക കൊണ്ടും ഉള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ചക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടും ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ആ ഒരു ചക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഇതിലുണ്ടാവും കേട്ടോ. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അമരപ്പയറാണെങ്കിൽ അമരപ്പയർ റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടാവും. പൊട്ടറ്റോ ആണെങ്കിൽ പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചാനൽ എന്തൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ എല്ലാം ലിങ്ക്. അപ്പോൾ ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണിക്കുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ, ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വരും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്തുള്ള റെസിപ്പീസൊക്കെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് നെക്സ്റ്റ് റെസിപ്പീസായിട്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.